അടിക്കണം നിർബന്ധമില്ലല്ലോ. നമ്മുടെ ധനശ്രീ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ധനശ്രീ ഓൺ സ്റ്റേജ്. ചിറകൊക്കെ ഉണ്ട്. എന്റെ ചേച്ചി അത് തന്നെ ആ ഉടുപ്പ് മധുവെങ്കിലും ഇഷ്ടപ്പെട്ടു. ആ കളർ ഇഷ്ടപ്പെട്ടു. എന്തുണ്ട് ധനുശ്രീകുട്ടി? ന്യൂ ഇയർ ആയിട്ട് എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നുമില്ല. പിന്നെ ചേട്ടൻ ഫുട്ബോൾ കോച്ചിന് പോയി. ചേട്ടൻ ഫുട്ബോൾ കോച്ചിങ്ങിന് പോയി ന്യൂ ഇയർ ആയിട്ട്. എന്റെ 2 എപ്പിസോഡ് വന്നു. എന്നിട്ട് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? അടുത്ത ഷൂട്ടിനൊന്ന് പോകുമ്പോ നന്നായിട്ട് പാടണം. ഒരു കാര്യം പറയട്ടോ, ഒരു ആന്റിയും ഒരു ചേച്ചിയും കൂടെ വന്ന് ഇനിയും നന്നായിട്ട് പാടണം. വല്യേട്ടന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടുന്ന ആദ്യമായിട്ടല്ലേ? എല്ലാം ഓർത്തോർത്തെടുത്ത് പറയാം. അങ്ങനെ പറഞ്ഞു. നമ്മുടെ ധനുശ്രീകുട്ടിയുടെ ഫാൻസ് ആണ് എല്ലാവരും. മോളെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടോപ്പ് സിംഗറിലെ ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാ? കൊറേ സിംഗേഴ്സ് പാടുന്നില്ലേ, പേരറിയോ? അതല്ലേ ചോദിച്ചേ, പാടുന്ന കുട്ടികളുടെ കാര്യം ചോദിച്ചേ. കൊച്ചു കുട്ടികൾ കേട്ടോ. പാടുന്ന കുട്ടി അതല്ല, വേറെ കുട്ടിയില്ലേ? ഈ കുട്ടികളുടെ കാര്യം അല്ല പറഞ്ഞത്. പെൺകുട്ടിയല്ലേ? അതെ അതെ. ഓ, അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികൾ തമ്മിൽ ഇത്രയോ. ശരി, ചോദ്യം പിൻവലിച്ചു. ഏത് പാട്ടാ ഈ പെൺകുട്ടി പറഞ്ഞേ? ഓ, മടി മടി മടിയൻ പാട്ടത്. മടി മടി മടിയൻ മറയാമ അടി പിടി കൂടി. ആണിന്റെ ശബ്ദം പാടിയത് ആരാ? ആണോ? മധുവക്കൾ. അപ്പൊ പെണ്ണിന്റെ ശബ്ദം കുട്ടിയുടെ ശബ്ദം. ഓക്കേ, നമുക്ക് പാട്ട് പാടാം. റെഡി? ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. മിടു മിടു മിടു
ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കാം. അതെ, സ്റ്റാൻഡിംഗ് ഓവേഷൻ. ഓക്കെ, യെസ്. ധനശ്രീ കുട്ടി കലക്കി, അടിപൊളി ധനശ്രീ കുട്ടി. ടൈമിംഗ് സെൻസ് ഭയങ്കരം അല്ലേ? അതെ 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 അതെ. വെരി ഗുഡ്. ധൻശ്രീ ബേബി എന്നാ എന്നിട്ട് കടുവയും പുലിയും അത്രയും പാടുക. ഇതൊരു ഭയങ്കര സർപ്രൈസ് പാക്കേജ് ആണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മോളെ. ആണോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മോളെ കണ്ടിട്ടില്ല. ഉണ്ണിയങ്കളിനോട് കൊറേ നേരമായിട്ട് അവൾ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അല്ലേ കാണാത്തെ? ആ. ഇപ്പൊ വന്നപ്പോ കണ്ടല്ലോ. കണ്ടു. അടുത്ത ദിവസം ചിലപ്പോ ഉണ്ണി അങ്കിളായിരിക്കും, അല്ലെങ്കിൽ MJ അങ്കിളിനായിരിക്കും. അതാണ്. അപ്പൊ ഞാൻ ചിലപ്പം അമ്മയുടെ നമ്പർ വാങ്ങി ഉണ്ണി അങ്കിളിന് തരാം. ആ, ആ. ശരി. വിളിക്കാം, എന്നിട്ട് കാണാലോ. അപ്പൊ വിളിക്കാം. പിന്നെ എന്താ? കാണാൻ ആ, നമുക്ക് വീഡിയോ കോളിൽ കാണാം. അതെ. ഓക്കെ. എന്തായാലും മോളൊരു അതിഗംഭീര പാട്ടുകാരിയാണല്ലോ. ഞാന് കൊറേ പ്രാവശ്യം കേട്ട് പഠിച്ചതാ. അങ്ങനെ പഠിച്ചാണല്ലേ? അങ്ങനെ പഠിച്ചാലും ചിലപ്പോ സ്റ്റേജിൽ തെറ്റിക്കാറുണ്ട് ചില കുട്ടികൾ. അതെ അതെ അതെ. പക്ഷെ എവിടെയും തെറ്റുന്നില്ല. താളമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നു. കൃത്യം. അതെ. എന്തൊരു ഭംഗിയായിട്ടാ പാടിയേ. ഇടയ്ക്കുള്ള ഡയലോഗ്സ്, ആ ഡയലോഗ്സ് ഒക്കെ നല്ല ടെമ്പോയിൽ ഇടയ്ക്കുള്ള ചിരി. അതൊക്കെ, ആ. മോള് മിടിക്കാണ് കേട്ടോ. Thank you. ആ ഗംഭീരായിട്ട് പാടുന്നുണ്ട്. ഇനി അപ്പോ ഈ ഹാപ്പി ന്യൂ ഇയർ ഒരു ഗംഭീരമാവട്ടെ മോളക്ക്. ഓക്കെ. Okay. അപ്പൊ മധുവങ്ങളിനോട് ചോദിക്കാനി Thank you. എങ്ങനെ ഉണ്ടായിരുന്നു. മധുങ്കളോട് ചോദിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കേ. എങ്ങനെയുണ്ടായിരുന്നു? ആ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പാടിയില്ലേ? അടിപൊളിയായിട്ട് പാടി ധനശ്രീ കുട്ടി. Thank you. ആ പിന്നെ ആ ട്യൂണൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. ഇടയ്ക്കുള്ള ഡയലോഗ്സ് കറക്റ്റ്, ഇടയ്ക്കുള്ള ചിരി കറക്റ്റ്. ഇനിയിപ്പോ എന്താ വേണ്ട? ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കണേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വെരി ഗുഡ്. എക്സലന്റ്. 5 വയസ്സായപ്പോഴേ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ആണോ? 5 വയസ്സായപ്പോഴേ 6 വയസ്സായപ്പോഴേ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ എത്ര വയസ്സായി ശരിക്കും? 6. 6 വയസ്സായി. 6. ഓ അത് ശരി. 5 വയസ്സ് തൊട്ടേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ കുഞ്ഞ്. 2-ലാവുമ്പോ 6 ആയിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് 7 ആവും. 7 ആവും. ഓ അത് ശരി. കണ്ടോ, ഓക്കെ. ഇത് ആർക്കും അങ്ങനെയാണ്. സംഭവിക്കാറില്ല അതെ ഇങ്ങനെ. അതെ അതെ. ചിലപ്പോ ആ. അങ്ങനെ ആയിരിക്കും. അങ്ങനെ 6 കഴിഞ്ഞ പിന്നെ 7 ആവുക, അത് കഴിഞ്ഞ് 8 8 ആവുക. ആവുക. അതെ. ആക്ച്വലി നമുക്കൊന്നും സംഭവിക്കാത്തൊരു കാര്യമാണ് ഓരോ കുഞ്ഞ് കാര്യങ്ങളും വന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കണം. കുട്ടിയാണ്. അതെ അതെ അതെ. നമ്മുടെ ആരൊക്കെയാ വന്നിട്ടില്ല മോളുടെ? അമ്മയും വല്യമ്മ. അച്ഛൻ, അമ്മ അമ്മ, വല്യമ്മ. ആ. യെസ്. എല്ലാ വിശേഷം അറിഞ്ഞല്ലോ. അതെ അതെ ഇനി അതെ, എന്തെങ്കിലും അതെ. ആർക്കും ചോദിക്കാനുണ്ടോ? അതെ. ആ ഇടയ്ക്കുള്ള ചിരി എങ്ങനെയായിരുന്നു പാട്ടില്? ആ യെസ് യെസ്. നമ്മുടെ ടെസക്കുട്ടി ഇതുപോലെയല്ലേ ചിരിക്കുന്നത്? മീട്ടിക്ക് കുട്ടി. ഫോട്ടോ എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ആ ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ ഒച്ചയില്ല. ചിരിക്കണേ. ഒച്ചയില്ലാത്ത ശബ്ദം ഉണ്ടാവില്ല. ചിരി. ആ. ഓ ആ അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചിരിക്കും. അതെ, വീഡിയോ എടുക്കുമ്പോ അങ്ങനെ, ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ. ശബ്ദമില്ലാതെ. യെസ്, കൊള്ളാം. ഉം. അപ്പൊ മിടുക്കിയായിട്ട് പാടിയിട്ടോ. മധുവങ്കലിന് വളരെ ഇഷ്ടപ്പെട്ടു. ആ. റീമി ചേച്ചിയോട് ഞാൻ പറയാം. അതെ. ഞാൻ നന്ദ ചേച്ചിയോട് ഞാൻ പറയാം. മിമ്മി ചേച്ചീനെയും നന്ദ ചേച്ചീനെയും ആരി ചേച്ചിക്കും മധു അങ്കിളിനും അറിയാമോ? അറിയാം. അറിയാലോ. ആ. ഞാനേ വല്യമ്മ എനിക്ക് വല്യമ്മയുടെ ഫോണില് റിമി ആന്റീനെയും നന്ദ ചേച്ചീനെയും കാണിച്ചു തന്നു. ആണോ? ആ. ഓക്കെ ഓക്കെ. ആ. അപ്പൊ എന്തായാലും കൊള്ളാം. മിടുക്കിയാണ്, മിടുക്കി. മിടുക്കി. താങ്ക് യു. യെസ്. ധനശ്രീ കുട്ടി, എന്താ? എന്തൊരു രസമായിരുന്നു പാട്ട് കേക്കാൻ. ഞാൻ ഈ കഥ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവായിരുന്നു. അതെന്ന് വെച്ചാ ആ മുയലും ആ ആമയും കൂടെ ഓട്ട മത്സരം. ഓൾട്ട മത്സരം. ആ. അപ്പം മുയൽ ആദ്യം പോയപ്പോ ഉം. മുയലിന് മൊയില ആദ്യം നല്ല സ്പീഡിൽ പോയി. സ്പീഡിൽ പോയപ്പോ ആമ ആമയെ slow നോക്കിയപ്പോ motionല് ആന വരണോണ്ട് ആന കണ്ടത്. ആമ പതുക്കെ പതുക്കെ വരണേ ഉള്ളൂ. ആ അതുകൊണ്ട് കുറച്ചു നേരം കടന്നു. അപ്പൊ ആമ നെഴഞ്ഞ് ഇങ്ങനെ എഴഞ്ഞ് നടന്ന് എഴഞ്ഞ് പോയി. ആ. അവസാനം ഫസ്റ്റ് ആയി. ആമ First ആയി. ആമ ആമ മുയല് അല്ല ബാക്കിൽ കൂടെ ഓടി വന്നു. അല്ല മുയല് വിചാരിച്ചു ആമ ഇനിയും സമയം എടുക്കും സമയം വരാന്ന് എടുക്കും. വിചാരിച്ചു. ദേ, എന്നാ ഉറങ്ങി. കിടന്ന് ഉറങ്ങിക്കളയാന്ന് വിചാരിച്ചു. അപ്പത്തേക്കും ആമ അവിടെ എത്തി. പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി. കുയിലമ്മേ കല്യാണം കഴിച്ചു. ക്രോന്ന് പറഞ്ഞില്ലേ? ഞാൻ അത് കേട്ടു. കാക്കയല്ലേ? അത് ക്രോ ക്രോ. കാക്കയല്ലേ ക്രാക്രാന്ന് പറയുന്നത്. കുയിലെങ്ങനെ കേൾക്കാ? അങ്ങനെയല്ലേ? ആ അത് ആര് ചേച്ചി? ആര് ചേച്ചിയാണോ? ഞാൻ വിചാരിച്ചു ഞാൻ അത് ശരി, ആര് ഡബ് ചെയ്തതാണല്ലേ? അതെന്താ, അത് നായ്ക്കുട്ടിയോ? അതെന്തോ ഒരു പ്രത്യേകരം ബോ, 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 ബോ. ആ, അത് നായ്ക്കുട്ടി. മിമിക്രി ഒക്കെ ഉണ്ട് കേട്ടോ. മിമിക്രി ഉണ്ടല്ലേ? അത് പൂച്ച. ആ, എനിക്ക് മനസ്സിലായി, പൂച്ച. Yes. ധനശ്രീ കുട്ടി മിടുക്കിയാണ്. മിടുക്കി. സുന്ദരി കുട്ടി നല്ല അടിപൊളിയായി പാടി. ആ എന്നിട്ട് എന്ന് പറയുന്നൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നിട്ട് എന്നിട്ട് Yes. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു.
എനിക്ക് ആ കഥയൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഉടുപ്പ് ഇഷ്ടപ്പെട്ടു. ധനശ്രീ കുട്ടിയുടെ ഉണ്ണി അങ്കിളും ആര്യ ചേച്ചിനെയും മധു അങ്കിളിനെയും വെച്ചൊരു പാട്ടുണ്ട്. അതേ പാട്ടാ? അതെന്ത് പാട്ടത്? ഉണ്ണി അങ്കിൾ മധു അങ്കിൾ ആര്യ ചേച്ചി മീനൂട്ടി മീനൂട്ടിയുണ്ടോ? അത് കൊള്ളാലോ. ഉത്തരമൊന്നു ഇത് കേൾക്കാൻ കൊതിയാണ്. ഉത്തരം പറഞ്ഞാൽ മധുരമഴ. കൊള്ളാലോ. പറഞ്ഞാലേ ഇതാരെ മധുരമഴ വരും. ഇതാരെ പഠിപ്പിച്ചെന്നേ? അച്ഛൻ. ആണോ? അച്ഛനാണ് ഇതിന്റെ. അതേപോലെ അമ്മ ലിറിക്സാ? അല്ല, അമ്മ അച്ഛനോട് പോയി ഒന്നും കൂടെ രണ്ടുപേരും കൂടെ പാടാൻ പറഞ്ഞു. എന്നിട്ട് കൊറേ പ്രാവശ്യം അച്ഛനും ഞാനും കൂടെ പാടി നോക്കി. അതേപോലെ ഞാൻ ഒറ്റയ്ക്ക് പാടി. പാടി പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഹാർഡ് വർക്ക് ഉണ്ടെന്നറിയാമോ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ മധുരമഴ. പാട്ടും കൂടി പാടിക്കഴിഞ്ഞാൽ മധുരമഴ പെയ്യും. അതെ. ഉണ്ണി അങ്കിൾ മധു അങ്കിൾ ആര്യ ചേച്ചി മീനൂട്ടി ഉത്തരമൊന്നു പറയാമോ? ഉത്തരം പറഞ്ഞാൽ മധുരമഴ. മേലെടുത്ത് നോക്ക്. മിടുമിടുമിടുക്കൻ മുയലച്ഛൻ മടി 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 എന്നറിയാമോ അടിപിടി കൂടി ഒരു നാളിൽ 10 വരെ എണ്ണോ അതിനുള്ളിൽ എടുക്കണേ. 1 മിടുമിടുമിടുക്കൻ മുയലച്ഛൻ മടി 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 കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ബൈ ബൈ. Bye bye. Happy New Year. അച്ഛനാ